ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മ സ്നാനം എന്താണെന്ന് നമ്മൾ കണ്ടു. ആത്മാവ് നമ്മുടെ മേൽ കടന്നു വന്ന് നമ്മളിൽ ആവസിക്കുന്നതിനെയാണ് പരിശുദ്ധാത്മ സ്നാനം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആത്മസ്നാനം സംഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും ഒക്കെ ഏത് രീതിയിൽ രൂപാന്തരപ്പെടുമെന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ആത്മനിറവിൻ്റെ ജീവിതത്തിൽ ആത്മാവ് കടന്നു വന്ന് എല്ലാം അങ്ങ് ചെയ്യും, നമ്മൾ വെറും പാവയെ പോലെ എന്നല്ല. ഈ ആത്മനിറവുള്ള ജീവിതത്തിൽ നമുക്കും ഒരു പങ്കുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആത്മാവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. ഇപ്പം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പ്രവൃത്തി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി, അല്ലേ? നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നൽകുന്ന ദാനം, അല്ലേ, ആ ദാനം നമ്മൾ കൈകൊണ്ട് സ്വീകരിച്ചാൽ മാത്രം മതി, അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ ആത്മനിറവുള്ള ജീവിതം, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ഈ അനന്തര ഫലങ്ങളൊക്കെ, രക്ഷയുടെ ഉറപ്പ് കടന്നു വരുന്നു, സന്തോഷം കടന്നു വരുന്നു, വിശുദ്ധി കടന്നു വരുന്നു, ശക്തി കടന്നു വരുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് ആ നിറവിൽ തന്നെ ക്രിസ്തീയ ജീവിതം തുടർന്നു പോകണമെങ്കിൽ അതിന് നമുക്കൊരു പങ്കുണ്ട്, നമുക്ക് ചില ചുമതലകളുണ്ട്, നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അത് പഠിക്കാതെ വെറുതെ ആത്മാവം കടന്നു വന്നാൽ യാന്ത്രികമായിട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതം അങ്ങ് നന്നായിക്കോളൂ എന്നാരും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ആത്മാവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്ന്, നമ്മൾ ആത്മാവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആത്മാവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട കൽപ്പനകൾ, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മാവിനോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില പാപങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ. ആത്മാവിനെ സംബന്ധിച്ചുള്ള ചില കൽപ്പനകൾ നമ്മൾ പാലിക്കണം. ആത്മാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മാവിനെതിരെയുള്ള ചില പാപങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പൊതുവെ പറയുകയാണെങ്കിൽ എന്താണ്? കൽപ്പനകൾ അനുസരിക്കണം, പാപങ്ങൾ ഒഴിവാക്കണം. ഇതെല്ലാം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൽപ്പനകളും പാപങ്ങളുമാണ്. അപ്പോൾ കൽപ്പനകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ജീവിക്കണം. ആത്മാവിനാൽ ജീവിക്കണം. റോമാലേഖനം 8:12-13 നമുക്ക് വായിച്ചേക്കാം. അതിൽ 13 ആ കൽപ്പന. പക്ഷെ പശ്ചാത്തലത്തിന് വേണ്ടിയിട്ടാണ് 12 വായിക്കുന്നത്. വായിച്ചാട്ടെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ 12 വാക്യത്തിൽ ആകയാൽ. എന്താ ഈ ആകയാൽ എന്ന് പറയുന്നത്? കഴിഞ്ഞ ആ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. റോമാലേഖനം 8:11 പൗലോസ് പറയുന്നത് ഈ ഉയിർപ്പിന്റെ ശക്തി, കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉയിർപ്പിന്റെ ശക്തി, ജീവൻ ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതൊക്കെ വസ്തുതയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ആകയാൽ ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡത്തിന് വേണ്ടി ജീവിക്കരുത്. അതായത് രക്ഷിക്കപ്പെട്ടു, ഇനി പഴയ പോലെ ജീവിക്കാൻ പോവാണെന്ന് പറയരുത്, അല്ലേ? അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ദൈവത്തോടാണ്, അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് നമ്മൾ മെഴുകുതിരിയും വാങ്ങിച്ച് മെഴുകുതിരിയും കത്തിച്ച് ജീവിക്കുകയാണ്. നമ്മളെന്താ പറയും? അയ്യോ, നിങ്ങൾക്ക് കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾ എന്താ എങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ? എന്ന് പറഞ്ഞതുപോലെ പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാണ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ജഡത്തിൽ ജീവിക്കരുത്, പാപം ചെയ്യാൻ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ, അതാണ് 13 വാക്യം തുടങ്ങുന്നത്, അങ്ങനെ നിങ്ങൾ ജഡത്തിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. മരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ്. ആത്മീയമായ ജീവൻ പ്രാപിക്കാതെ നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ചത്ത പോലെ ജീവിക്കും, അവിശ്വാസികളെ പോലെ ജീവിക്കും. അങ്ങനെ ജീവിച്ചു തുടർന്നു പോയാൽ നിത്യമായും മരിക്കും, അല്ലേ?
അതല്ല, അതിന് പകരം എന്ത് ചെയ്യണം? ആത്മാവിനാൽ ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കണം. അപ്പോൾ എന്ത് വരും? ആത്മാവിനാൽ ജീവൻ കടന്നു വരും. അപ്പൊ ആത്മാവിനാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധിയോടെ ജീവിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കൽപ്പന. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പൊ ഞാൻ എന്തിനാ ബാധ്യസ്ഥനായി ഇരിക്കുന്നത്? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊന്നും പറഞ്ഞു കേൾക്കാറില്ല. അതാണ് ഒരു സങ്കടകരമായ കാര്യം. ആത്മാവിനെ ലഭിച്ചു, ഇനി എന്താണ്? ഇനി ബഹളമായി, അനുഭൂതിയായി, ലോകം കീഴ്മേൽ മറിക്കാൻ പോകുന്നു, ഇതൊക്കെയാണ്. മൂന്നാം സ്വർഗത്തിൽ കയറാൻ പോകുന്നു. ഒന്നാമത്തെ നമ്മുടെ കൽപ്പന, ആകയാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് പൗലോസ് തന്നെ പറഞ്ഞു തരാണ്, നിങ്ങളുടെ ബാധ്യത എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാ കടപ്പെട്ടിരിക്കുന്നറിയോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിച്ച് ആത്മാവിൻ്റെ ജീവനുള്ളവരായി ജീവിക്കണം. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച് ആത്മാഭിഷേകം പ്രാപിച്ചവർ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ചുമതല എന്താണ്? പാപത്തെ ക്രൂശീകരിക്കണം. എന്താ ഈ പാപം? ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികൾ. എൻ്റെ കണ്ണിനും കയ്യിനും ചെവിക്കും ഒക്കെ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യരുത്. കൈയും കാലും ഒക്കെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. കണ്ടോ, ഇതാണ് ആത്മനിറവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഒന്നാമതായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം, അല്ലേ? അങ്ങനെ ആത്മാവിനാൽ ജീവൻ പ്രാപിച്ച് നമ്മൾ ജീവിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? 8:13 ആത്മാവിനാൽ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലും നിങ്ങൾ ജീവിക്കും. അപ്പൊ ആരാ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്? ഒരു കുഴപ്പിക്കുന്ന ചോദ്യം അത്, അല്ലേ? ആരാ മരിപ്പിക്കുന്നത്? ആത്മാവാണോ നിങ്ങളാണോ? ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ ആരാ മരിപ്പിക്കേണ്ടത്? ഞാനാണോ അതോ ആത്മാവാണോ? ആത്മാവിനാൽ ആരാ അപ്പൊ മരിപ്പിക്കുന്നത്? ഞാനാ മരിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ കണ്ടോ, പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പരിശുദ്ധാത്മാവ് പാപത്തെ കൊല്ലുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ശക്തി പകരും. ആ ശക്തി ഉപയോഗിച്ച് ഞാനാ മരിപ്പിക്കേണ്ടത്. പക്ഷെ എനിക്ക് സ്വമേധ മരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മരിപ്പിക്കേണ്ട ശക്തി ആത്മാവ് തരികയും വേണം. അപ്പൊ മഹത്വം മുഴുവൻ അവന്, ഉത്തരവാദിത്വം എനിക്ക്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് ഓർക്കണം കേട്ടോ. അല്ലാതെ ആത്മാവ് കടന്നു വന്നു, ഇനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ 5 കാര്യങ്ങളും അങ്ങ് സ്വമേധ അങ്ങ് നടന്നു എന്ന് ആരും വിചാരിക്കരുത്. നമുക്കൊരു പങ്കുണ്ട്. ഇതുകൊണ്ടാണ് പലരും ആത്മനിറവൊക്കെ പ്രാപിച്ച് അന്യഭാഷയൊക്കെ പറയുന്നവരായിരിക്കും, ജീവിതത്തിൽ ജഡീകന്മാരായിരിക്കും. സഭയിൽ ആരാധന സമയത്ത് ഒരുപാട് ആത്മാവൊക്കെ ഇറങ്ങി വരും, പക്ഷെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാ? അവർക്ക് ലഭിച്ച ആത്മസ്നാനത്തിൽ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല, ഈ ഉത്തരവാദിത്തങ്ങളൊന്നും പാലിക്കാറില്ല. കണ്ടോ? അപ്പൊ ആത്മസ്നാനം ലഭിച്ചാൽ മാത്രം പോരാ, ഈ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിട്ട് അനുസരിക്കുന്നവരായാലേ ഇതിനൊത്തവണ്ണമുള്ള ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വിളങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഈ ഉത്തരവാദിത്തം ഇന്ന് നമ്മൾ പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അനുഗ്രഹമായിരുന്നു, എല്ലാം സന്തോഷമായിരുന്നു കേൾക്കാൻ. ഇന്ന് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ ആത്മാവിനാൽ നമ്മൾ ജീവിക്കണം. എങ്ങനെ? ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കണം. അപ്പോൾ എല്ലാവരും തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ, അല്ലേ? എനിക്ക് നാവ് കൊണ്ട് പറയണമെന്ന് തോന്നുന്നു. വീട്ടിലങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടു, ദേഷ്യപ്പെടണമെന്ന് തോന്നി. അതാണ് ഈ ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തി. എനിക്ക് അങ്ങോട്ട് കലി വന്നു, ദേഷ്യപ്പെടാൻ തോന്നി, ഭരിക്കണമെന്ന് തോന്നി, എനിക്ക് കുറ്റം പറയണമെന്ന് തോന്നി. സ്ഥിരം ഒരാളെ എപ്പോൾ നോക്കിയാലും ഞാൻ പറയുന്ന കാര്യം തെറ്റിക്കും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ട്. 1000 പ്രാവശ്യം പറഞ്ഞാലും കേൾക്കത്തില്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ നോക്കുമ്പോൾ താണ്ട പഴയ പോലെ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി വരും. അപ്പോൾ നമ്മൾ ഈ ആത്മശക്തിയൊക്കെ പ്രാപിച്ച് നമ്മൾ അന്യഭാഷയൊക്കെ പറയും, മാതൃഭാഷയിൽ ഇത് പാലിക്കണം കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ ഇനി ബാക്കിയുള്ള കൽപ്പനകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് അടുത്ത വാക്യം വായിക്കും മനസ്സിലാവും. ഗലാത്യ ലേഖനം 5:25. കണ്ടോ, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ആദ്യം, നീ ജീവിക്കാൻ തയ്യാറാണോ നമ്മൾ? എങ്കിലേ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ആത്മാവിനാൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർത്തോണം, ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ മറുവശം.
ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണ്. ആത്മാവിനാൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആത്മാവിനാൽ നിറയുന്നു, അങ്ങോട്ട് പോകുമ്പോൾ സൗഖ്യം ചെയ്യുന്നു, മൂന്നാം സ്വർഗത്തിൽ കയറിപ്പോകുന്നു, അനുഭൂതി, കൈയടിക്കുമ്പോൾ ഭയങ്കര സാന്നിധ്യം, ഇതൊക്കെ ഒരു വശം. മറുവശം, ആത്മാവിനാൽ ജീവിക്കുന്ന മറുവശം ഇതാണ്, ഏറ്റവും കാതലായ വിഷയം ഇതാണ്: ശരീരത്തെ ദണ്ഡിപ്പിക്കണം. ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കാനുള്ള ശക്തിയായി കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ അടുത്ത കൽപ്പന കണ്ടോ, അതാണ് രണ്ടാമത്തെ നമ്മുടെ കൽപ്പന, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അനുസരിച്ച് നടക്കണം. മുഴുവൻ വാക്യവും വായിക്കാം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പൊ ആത്മാവിനാൽ ജീവൻ ലഭിച്ചു. ഇനി അടുത്തത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഗലാത്യലേഖനം 5:16 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചേ, 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. ഈ രണ്ട് വാക്യത്തിലും മലയാളം ബൈബിളിൽ അനുസരിച്ച് നടപ്പീൻ എന്നാണ്. എന്നാൽ യവന ഭാഷയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 5:25 പറഞ്ഞിരിക്കുന്ന ഈ നടപ്പ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ മാർച്ച് പാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സൈന്യം രാവിലെ എഴുന്നേറ്റ് മാർച്ച് ചെയ്യാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? അതായത് ഒരു 50 പേര് കാണും. ഈ 50 പേര് ഒരേ സമയത്താണ് ഇടത്തെ കാലെടുത്ത് മുമ്പോട്ട് വെക്കുന്നത്. അല്ലാതെ ഒരുത്തൻ തോന്നുമ്പോൾ മറ്റവൻ വേറെ സമയത്തല്ല, അല്ലേ? എൻ്റെ സഹോദരൻ ഇടത്തോട്ട് വെക്കുമ്പോൾ ഞാനും വെക്കും, അല്ലേ? അപ്പോൾ ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവ് ഇടത്തെ കാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ ഞാനും എൻ്റെ ഇടത്തെ കാലെടുത്ത് മുമ്പോട്ട് വെക്കും. ആത്മാവ് വലത്തെ കാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ ഞാനും വലത്തെ. അപ്പോൾ അവനോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? ആത്മാവ് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ ഞാനും വലത്തോട്ട് തിരിഞ്ഞു. അല്ല, ആത്മാവ് വലത്തോട്ട് പോയി ഞാൻ ഇടത്തോട്ടും പോയി, അങ്ങനല്ല. ഒരേ ദിശയിൽ ഒരേ ക്രമത്തിൽ നടക്കുകയാണ്. അതാണ് ഈ 5:25 പറഞ്ഞിരിക്കുന്ന വാക്ക്. 5:16 പറഞ്ഞിരിക്കുന്നത് സാധാരണ നടക്കുക എന്നുള്ള വാക്ക് തന്നെയാണ്. അത് ബൈബിളിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ നടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് നടക്കുന്നതിനേക്കാളും നമ്മുടെ ജീവിത ശൈലിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരുത്തൻ്റെ നടപ്പെന്നൊക്കെ നമ്മൾ പറയും. അവൻ്റെ നടപ്പ് നല്ല നടപ്പാണെന്നൊക്കെ പറയത്തില്ലേ? അത് ജീവിത ശൈലിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജീവിത ശൈലി ആത്മാവുമായിട്ട് അനുസരണമുള്ളൊരു ജീവിത ശൈലി ആയിരിക്കണം. ഓരോ നിമിഷവും എങ്ങനെ ആയിരിക്കണം? അവനോട് ചേർന്ന് അവൻ നയിക്കുന്നിടത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, സംസർഗത്തിൽ, അല്ലേ? അവാക്കറിയോ സംസർഗം? അതായത് കൂട്ടായ്മയിൽ നമ്മൾ പോവുകയാണ്, അല്ലേ? ഈ ചില ഇരട്ട പിള്ളേർ ജനിക്കുമ്പോൾ സയാമീസ് ട്വിൻസ് എന്ന് പറയും. അതായത് രണ്ട് പിള്ളേരുടെ വയറെല്ലാം ചേർന്നിരിക്കുകയാണ്. അതിൽ ഒരുത്തനും ഇടത്തോട്ടും മറ്റൊരുത്തൻ വലത്തോട്ടും എന്ന് പറഞ്ഞ് പോയാൽ പോവോ? ഇല്ല, കീറിപ്പോവും, അല്ലേ? അതുപോലെ ആയിരിക്കണം നമ്മളും ആത്മാവ്. ആത്മാവ് ഇടത്തോട്ട് പോകുന്നു, ഞാനും ഇടത്തോട്ട് പോകുന്നു. ആത്മാവ് മിണ്ടായിരിക്കാൻ പറയുന്നു, ഞാനും മിണ്ടായിരിക്കുന്നു. അതാ നേരത്തെ പറഞ്ഞത്. ആത്മാവ് മിണ്ടായിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടരുത്. ആത്മാവ് മിണ്ടായിരിക്കാൻ പറയുമ്പോൾ മിണ്ടായിരിക്കണം. ആത്മാവ് പറയുമ്പോൾ പറയുകയും വേണം. ആത്മാവ് പറയണം ശാസിക്കുക എന്ന് പറയുമ്പോൾ ശാസിക്കുകയും വേണം. അല്ലയോ, ഞാൻ ആരെയും ശാസിക്കാത്തൊരു പാവം, അങ്ങനെ പറയാനും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ പറയും പ്രസംഗത്തിൽ അയാളുടെ പാവം വിളിച്ച് പറഞ്ഞ് കുത്താൻ പറയും. അതും ചെയ്യണം. ഇത് എല്ലാം ആത്മാവ് അറിയുകയാണേലേ ചെയ്യുന്നുള്ളൂ. കണ്ടോ? അപ്പം നമ്മുടെ ജീവിത ശൈലിയും പടിപടിയായുള്ള നമ്മുടെ അനുസരണവും എല്ലാം എങ്ങനെ ആയിരിക്കണം? ആത്മാവിനോട് ചേർന്ന് പോകുന്നതായിരിക്കണം. ആത്മപ്രേരണയിൽ നടക്കുകയായിരിക്കണം. 5:16 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അങ്ങനെ നടന്നാലുള്ള ഗുണം എന്തുവാ? എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. കണ്ടോ? അതാണ് ഒരു ഗുണം. ആത്മാവിനെ ചേർന്ന് നടന്നാൽ പാപം ചെയ്യേണ്ടി വരത്തില്ലെന്ന്. കാരണം ഒരിക്കലും ആത്മാവ് പാപത്തിലേക്ക് നമ്മളെ നയിക്കത്തില്ലല്ലോ, അല്ലേ? പാപത്തിലേക്ക് എപ്പോഴെങ്കിലും ആത്മാവ് നമുക്കൊന്ന് കുറച്ച് നേരം പാപം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആത്മാവ് നയിക്കോ? ഇല്ല. എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എങ്ങോട്ടൊക്കെ നമ്മളെ വിളിക്കുന്നു അതെല്ലാം വിശുദ്ധിയിലേക്കായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടേ? ആത്മാവിനോട് ചേർന്നങ്ങ് നടന്നാൽ മതി. നമ്മളെ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. ഈ വാക്യം വായിച്ചപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ആഴ്ചകൾക്ക് മുമ്പൊക്കെ പഠിച്ച ഏതെങ്കിലും വാക്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ചിലരൊക്കെ കാണാൻ പഠിച്ച് സഭയിലൊക്കെ പറഞ്ഞൊരു വാക്യമാണ്. ഏതെങ്കിലും ഒരു വാക്യം ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. അപ്പം ജഡത്തിൻ്റെ മോഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്യം ഓർമ്മയുണ്ടോ? നമ്മൾ സ്നാനവും ക്രിസ്തീയ ജീവിതവും എന്ന് പറഞ്ഞ പഠനം പഠിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ ആ വാക്യം? റോമാലേഖനം 14-ാം അധ്യായത്തിൽ നിന്നുള്ളൊരു വാക്യമാണ്. യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക, മോഹങ്ങൾ ജനിക്കുമാറ്
ജഡത്തിനായി ചിന്തിക്കരുത്. അങ്ങനെ ഒരു വാക്യം പഠിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡമോഹം ഉണ്ടാകുവാൻ വേണ്ടി ജഡത്തിന്റെ വഴിയെ നടക്കരുത്. എന്താ അവിടെ ചെയ്യേണ്ടേ? യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു. എങ്ങനെ നമ്മൾ ധരിക്കുന്നേ? അന്ന് നമ്മൾ പറഞ്ഞു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ട്. മോഹങ്ങൾക്കെതിരെ നമ്മൾ പോകണം, ശരീരത്തെ ദണ്ഡിപ്പിക്കണം. അവിടെ നമ്മൾ ആ ചിട്ട, ആ ഒരു അച്ചടക്കത്തെ മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങനെ യേശു ക്രിസ്തുവിനെ ധരിക്കേണ്ടേ? സ്നാനത്തിലൂടെ നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. പക്ഷെ ഇനി അതൊരു കൽപ്പനയാണ്. അതങ്ങനെ അവനെ തന്നെ ധരിച്ച് നടക്കണം. എങ്ങനെയാ? അതാണ് ഈ ഗലാത്യ ലേഖനം 5:16 പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളിൽ ഒന്നും പോയി പെടത്തില്ല. ജഡത്തിനായി നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ രൂപാന്തരപ്പെടും. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ധരിക്കുകയാണ്. ആ സ്നാനത്തിലൂടെ നമ്മൾ ഏറ്റെടുത്ത നമ്മുടെ ആ യേശുവുമായുള്ള ഏകീഭാവത്തിൽ നമ്മൾ ഒരുമിച്ചങ്ങ് നീങ്ങുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ വേറെ അതിൽ നിന്നൊന്നും വ്യതിചലിച്ചു പോകുന്നില്ല. അങ്ങനെ നമ്മൾ ജഡത്തിൻ്റെ വഴികളിലോ ജഡത്തിൻ്റെ ചിന്തയിലോ ഒന്നും കുടുങ്ങിപ്പോകത്തില്ല. അപ്പം നമ്മൾ പാപം ചെയ്തല്ലോ പല പ്രാവശ്യം ക്രിസ്തീയ ജീവിതത്തിൽ. അപ്പോൾ പാപം ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? ആത്മാവിനെ അനുസരിച്ച് നടന്നില്ല. ആത്മാവ് ഇടത്തോട്ട് പോയപ്പോൾ നമ്മൾ വലത്തോട്ട് പോയി, അല്ലെ ആത്മാവ് വലത്തോട്ട് പോയപ്പോൾ നമ്മൾ ഇടത്തോട്ട് പോയി. അതാ പറ്റിയത്. എപ്പോഴൊക്കെ നമ്മൾ പാപം ചെയ്യുമ്പോഴും തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും, എവിടോ ആത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, അല്ലേ? ആത്മാവ് എവിടോ എന്നോട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നിയെടുത്ത് വെച്ച് തിരിഞ്ഞു. അതാണ് ഈ പറ്റിയത്. എല്ലാ പാപം ചെയ്ത അവസ്ഥകളിലും കാതലായ തകരാർ എവിടാ സംഭവിച്ചത്? ആത്മാവുമായുള്ള അടുപ്പം നഷ്ടപ്പെട്ടു, അല്ലേ? അതുകൊണ്ടാണ് അല്ലേ പാപം സംഭവിക്കുന്നത്. കാരണം നമ്മൾ ആത്മാവായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളൊന്നും നിവർത്തിക്കുകയില്ല. അപ്പോൾ ആത്മാവിനാൽ ജീവിക്കണം. എന്തിന്? ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ ദണ്ഡിപ്പിക്കാൻ ആത്മാവുമായിട്ട് ചേർന്ന് നടക്കണം. ഇനി മൂന്നാമത് റോമാലേഖനം 8:14. ദൈവാത്മാവ് വഴി നടത്തുന്നവർ എന്നാണ് അവിടുത്തെ ആ വാക്കിന്റെ ശരിയായ അർത്ഥം. ആത്മാവ് നമ്മളെ വഴി നടത്തണം, ആത്മാവ് നമ്മളെ നയിക്കണം. അപ്പോൾ ആത്മാവിനാൽ ജീവൻ പ്രാപിക്കുന്നു, ആത്മാവിനോട് ചേർന്ന് നടക്കുന്നു. ഇനി ആത്മാവ് നയിക്കുന്നിടത്തൊക്കെ പോകണം. അതായത് നായകൻ അവനാണ്, നേതാവ് ആത്മാവാണ്, അല്ലേ? ഇപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഒരാൾക്ക് സ്റ്റിയറിംഗ് വീലുള്ളൂ, അല്ലെ 4 പേർക്ക് സ്റ്റിയറിംഗ് വീൽ കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്തോട്ട് പോകാൻ പറ്റുമോ? വണ്ടിക്ക് ഇല്ല. വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ആ പുള്ളി തീരുമാനിക്കുക എവിടോട്ട് പോകണം, എങ്ങോട്ടൊക്കെ തിരിയണമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീലെടുത്ത് ആർക്ക് കൊടുക്കണം? ആത്മാവിന് കൊടുക്കണം. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ശരിക്കുള്ള ദൈവമക്കൾ എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കേട്ടോ. ആത്മാവ് എങ്ങോട്ട്? ആത്മാവ് നമ്മളെ നയിക്കുന്നേ. ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിക്കാൻ ആത്മാവ് നമ്മളെ നയിക്കും, അല്ലേ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിവർത്തിക്കാതിരിക്കാൻ ആത്മാവ് നമ്മളെ നയിക്കും. പിന്നെ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ്. നടക്കുന്നത് എന്തായിരിക്കും? ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികളിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കും, അല്ലേ? അതാണ് അടുത്ത വാക്യം. എഫീഷ്യ ലേഖനം 2:10. ക്രിസ്തേശുവിൽ നമ്മളെ എന്തിനാ രക്ഷിച്ചേ? പുതു സൃഷ്ടിയാക്കിയിരിക്കുന്ന എന്തിനാ? സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കി വെച്ചിരിക്കുക സൽപ്രവൃത്തികൾ. കണ്ടോ? ഇന്ന വീട്ടിൽ പോയി ഇന്ന ദിവസം പ്രാർത്ഥിക്കണം, ഇന്ന വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന ദിവസം ഈ വ്യക്തിയോട് ഞാൻ ഒരു ദൂത് പറയണം, അയാളെ ആശ്വസിപ്പിക്കണം, അല്ലേ? ഇയാളുടെ അടുത്ത് പോയി ഇന്ന് സുവിശേഷം പറയണം. ഇങ്ങനൊക്കെ ദൈവം മുന്നമേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ച്. സങ്കീർത്തനത്തിൽ അങ്ങനെ തന്നെ ഒരു വാക്യം തന്നെ ഉണ്ട്, അല്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളെയും കുറിച്ച് നീ നിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങ് സംഭവിക്കണേ എന്തോ ചെയ്യണം? ആത്മാവാൽ നയിക്കപ്പെടണം, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശുദ്ധിയോടെ നടക്കുമ്പോൾ നിങ്ങൾ പോലും പ്ലാൻ ഇടാത്ത പല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും. പലരുടെയും വീട്ടിൽ പോകും, പലരുടെ അടുത്തും പ്രാർത്ഥിക്കും, പലർക്കും ചിലപ്പോൾ നമ്മൾ നല്ല നല്ല സൽപ്രവർത്തികൾ, ഇതൊന്നും നമ്മൾ എഴുന്നേറ്റപ്പോൾ രാവിലെ പ്ലാൻ ചെയ്തതൊന്നും ആയിരിക്കത്തില്ല. ആത്മാവിനോട് ചേർന്ന് നടക്കുന്ന നിമിത്തം ആത്മാവ് തന്നെ ചെയ്തെടുക്കുകയാണെന്നില്ല. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു രസം. നമുക്കെല്ലാം ഒന്ന് അറിഞ്ഞോളൂ, നമ്മളിങ്ങനെ ഒരാൾ നയിച്ചുകൊണ്ട് പലയിടത്തും കൊണ്ടുപോയി പലതും സംഭവിക്കുന്നു, അല്ലേ? അപ്പോൾ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ എന്തു പറ്റും? ദൈവം നമുക്ക് മുന്നൊരുക്കി വച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മൾ ഇടയായി വരും, അല്ലേ?
അത് നമ്മുടെ ജീവിതത്തിൽ. ഇനി ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ആ നിയോഗം പ്രാപിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യും. ഈ ശുശ്രൂഷ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, എല്ലാവർക്കും ഓരോ ശുശ്രൂഷയുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തെ കൃപാവരങ്ങളാൽ ശുശ്രൂഷിക്കേണ്ടവരാണ്. നമ്മുടെ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആത്മാവിൻ്റെ നിയോഗം. ഇപ്പോൾ എനിക്കിപ്പോൾ പ്രസംഗ വരവുണ്ട്, എനിക്ക് തോന്നുന്നിടത്ത് പോയി പ്രസംഗിച്ചാൽ പോരാ. ഇന്ന് എവിടെ പ്രസംഗിക്കണമെന്ന് ദൈവം പറയണം, എങ്കിലേ പോയിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാൻ മാത്രമായിരിക്കും പോകുന്നത്, ആത്മാവ് വീട്ടിൽ തന്നെ ഇരിക്കുക. മനസ്സിലായില്ലേ? ആത്മാവ് ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഇടത്തോട്ട് പോകണം, ഈ പ്രസംഗത്തിൻ്റെ വിഷയത്തിലും ശുശ്രൂഷയുടെ വിഷയത്തിലും. അല്ലെങ്കിൽ ഞാൻ പോയി കുറേ വായിട്ടലയ്ക്കും, ഒന്നും സംഭവിക്കത്തില്ല, അല്ലേ? അപ്പോൾ അങ്ങനത്തെ കുറേ വാക്യങ്ങളാണ് അവിടെ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടെ ഓടിച്ചങ്ങ് വായിക്കാം. പ്രവൃത്തികൾ 8:29. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ആ വേദഭാഗം വായിച്ചവർക്കറിയാം, ആ തേരിനകത്ത് ഇത്യോപ്യയിലെ ധനമന്ത്രി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അവിടുത്തെ ഖജാൻജി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ധനമന്ത്രി പോയിരുന്നു. ആ ധനമന്ത്രിക്ക് സുവിശേഷം പറയാൻ ഫിലിപ്പോസിനെ ദൈവം ഒരിക്കലും ഇങ്ങനെയാണ്, ദാ പോകുന്ന തേരിൻ്റെ അടുത്തോട്ട് ഓടിക്കുമോ എന്ന് പറഞ്ഞു കൊടുത്തു. അല്ല, ഫിലിപ്പോസ് രാവിലെ എഴുന്നേറ്റ് തീരുമാനിച്ചല്ല ഇന്നൊരു തേരിനകത്ത് പോകുന്ന ഒരു ധനമന്ത്രിയോട് ഞാൻ സുവിശേഷം പറയുമെന്ന്. അങ്ങനല്ല, അല്ലേ? ഇതാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷ, അല്ലേ? അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ 10:19 പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് ആത്മാവിനോട് പറയുന്നുണ്ട് നീ പോകണമെന്ന്. അങ്ങനെയാണ് ജാതീയർക്ക് സുവിശേഷം കൊടുക്കുവാൻ പത്രോസിനെ ദൈവം ഒരുക്കിയത്. അല്ലെങ്കിൽ പത്രോസ് ഒരിക്കലും ജാതീയരുടെ വീട്ടിലൊന്നും പോകത്തില്ല. അത് നിങ്ങൾക്കറിയാം, യഹൂദന്മാർ ജാതീയരുടെ വീട്ടിനകത്ത് പോകാൻ പാടില്ല. അന്നത്തെ കാലത്തെ ബ്രാഹ്മണന്മാരെ പോലെ യഹൂദന്മാർ, അവരവരുടെ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും പോകും. അപ്പം പിന്നെ എങ്ങനെ സുവിശേഷം ചെന്നെത്തും ജാതീയർക്ക്? ആത്മാവ് പറഞ്ഞത് ആ 3 പേര് വരുന്നുണ്ട്, അവരോട് പൊക്കണമെന്ന്. കേട്ടോ, ആത്മനിയോഗം പ്രാപിച്ചുള്ള ശുശ്രൂഷ. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ 13:1-3. അവിടുത്തെ മൂപ്പന്മാർ, അവിടുത്തെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അവർ കർത്താവിനെ ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കേട്ടോ, അവര് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് പറഞ്ഞു, ഇവർ രണ്ടുപേരെ എനിക്ക് വേലയ്ക്കായിട്ട് തരണമെന്ന് ആത്മാവ് പറയുകയാണ്. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞു. കണ്ടോ, പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുന്ന പൗലോസിന്റെയും ബർന്നബാസിന്റെയും സുവിശേഷ യാത്രകൾക്ക് കാരണമായത് എപ്പോഴാണ്? ആത്മാവ് പറഞ്ഞു ഇവരെല്ലാം വേർതിരിച്ച് ഇറക്കുക. അങ്ങനെയാണ് ഈ സഭകളെല്ലാം സ്ഥാപിക്കുകയും പിന്നീട് നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ഈ റോമാലേഖനം, കൊലോഷ്യ ലേഖനം, എഫീഷ്യ ലേഖനം, ഫിലിപ്പിയർ ലേഖനം, ഇതൊക്കെ ഓരോരോ സഭകൾ. ഈ സഭകളൊക്കെ എങ്ങനെയാണ് സ്ഥാപിച്ചേ? ഇതൊക്കെ ഈ യാത്രയിലൂടെ സംഭവിച്ചാണ്. പൗലോസിന്റെയും ബർന്നബാസിന്റെയും പിന്നെ മറ്റ് സഹോദരന്മാരെല്ലാം യാത്ര ചെയ്താണ് ഈ സഭകളെല്ലാം സ്ഥാപിക്കപ്പെട്ടത്. ഇതെല്ലാം എവിടാ തുടങ്ങുന്നത് ആത്മാവ് പറഞ്ഞു വാ ഇറങ്ങിക്കോ. ആത്മനിയോഗത്തിൽ ആരംഭിക്കുന്നതാണ് എന്ത്? ശരിയായ ശുശ്രൂഷ. അല്ലാതെ പൗലോസ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് കുറേ സുവിശേഷം അറിയാം, എനിക്ക് കുറേ ഉപദേശം അറിയാം, ഞാൻ എവിടെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കട്ടെ, അങ്ങനല്ല. ആത്മാവ് പറയുമ്പോൾ പറയുന്നിടത്ത് പോവുകയാണ്. കേട്ടോ, അതാണ് ആത്മനിയോഗം ലഭിക്കുക എന്ന് പറഞ്ഞാൽ. 16:6-7. അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ അവിടെ പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു ആശയിൽ പോയി പ്രസംഗിക്കണം, പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇപ്പൊ പോണ്ടെന്ന്. 7-ാമത്തെ വാക്യം. കണ്ടോ അപ്പൊ കണ്ട് ചിലയിടത്തൊക്കെ പോകാനും പറയുന്നുണ്ട്, ചിലയിടത്തൊക്കെ പോകണ്ടെന്നും പറയുന്നുണ്ട്. ഇതാണ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശുശ്രൂഷ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം മാറ്റി നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. നമ്മുടെ ശുശ്രൂഷയിലോ ചിലയിടത്തൊക്കെ ദൈവം പോകാൻ പറയും, ചിലയിടത്തൊക്കെ പോകണ്ടെന്ന് പറയും. കണ്ടോ, ഇങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം. കണ്ടോ, അല്ലാതെ എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നത് എനിക്ക് സുവിശേഷം അറിയാം, ഞാൻ പോയി അയാളോട് സുവിശേഷം പറയട്ടെ, അങ്ങനല്ല. ദൈവം നിയോഗം തരണം, നീ പോയി ഇപ്പം അയാളോട് പറയണം, അല്ലേ? നമുക്കിപ്പോൾ പൊതുവായിട്ട് എല്ലാവരോടും സുവിശേഷമൊക്കെ പറയാം, പക്ഷെ ചില സമയത്ത് ദൈവം നിയോഗം തരുന്നത് പോ അവിടെ പോകണം, അയാളോട് സംസാരിക്കണം, അയ്യോ അയാൾ വലിയ കാട്ടാളൻ, അങ്ങനെയൊന്നുമല്ല, പോ, അല്ലേ? ചിലപ്പോൾ പറയും മിണ്ടായിരിക്കുമെന്ന് പറയും. അപ്പോൾ ആ നിയോഗം പഠിക്കണം. ആത്മാവിൻ്റെ നയിപ്പ് അത് പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ അത് അറിയണം. ആത്മാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ പഠിക്കണം. അത് തുടങ്ങുന്ന എവിടെയാണെന്നറിയാമോ? ആദ്യമേ ദൈവം പറയുന്നത് ബാ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷം പറയുന്നില്ല. ആദ്യം പറയുന്നതെന്നറിയോ? നിന്റെ നാവൊന്ന് അടക്കി വെച്ചേ,
അല്ലെ, അതൊന്നും കേൾക്കാത്തവർ നോർത്ത് ഇന്ത്യയിൽ പോകാനൊന്നും കേൾക്കത്തില്ല. അല്ലെ, ഇന്നത്തെ പ്രശ്നം ഇതാണ്. ഇതൊക്കെയാണ് ആദ്യമേ കേൾക്കുന്നത്. ഭൂമി കുലുക്കാൻ ഞാൻ ദാ വരുന്ന, ഞാൻ അപ്പോസ്തലനാണെന്ന് ദൈവം എന്നോട് പറഞ്ഞു. അതല്ല, ആദ്യം നിന്റെ വീട്ടിൽ നിന്റെ സംസാരമൊക്കെ, നിന്റെ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളൊക്കെ ഒന്ന് മരിപ്പിക്കാൻ ആത്മാവ് പറയുന്നത് പഠിക്കുക. അല്ലേ? അപ്പൊ കണ്ടോ, നമ്മൾ 3 കൽപ്പനകൾ കണ്ടു അല്ലേ? ആത്മാവിനാൽ ജീവിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മാവിനാൽ നയിക്കപ്പെടണം, വഴി നടത്തണം ആത്മാവ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇത് 3 ചെയ്യാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച യാതൊരുവിധ അനുഭവം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം, ആത്മാവിലൂടെ ശക്തി ലഭിക്കും, ആത്മാവിലൂടെ വിശുദ്ധി ലഭിക്കും. ഈ 3 കൽപ്പനകൾ, ഈ 3 ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമേ ആത്മനിറവിൻ്റെ പരിപൂർണത ലഭിക്കത്തുള്ളൂ. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ പാലിക്കേണ്ട കൽപ്പനകൾ. ഇനി ഒഴിവാക്കേണ്ട പാപങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എഫീഷ്യ ലേഖനം 4:30 മുതൽ 32. ഇനി പാപങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. എഫീഷ്യ ലേഖനം 4:30 പറഞ്ഞിരിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട പാപം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നേ? ഈ വേദഭാഗത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണെന്നറിയോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നേ? ഞാനും പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിലല്ല, ഞാനും എൻ്റെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഈ വചനം പറയുന്ന പോലെ നടന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. അതുകൊണ്ടാണ് ഉടനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പാടില്ല? കയ്പ് പാടില്ല, കോപം, ക്രോധം, കുറ്റാരവം, ദൂഷണം, സർവ ദുർഗുണം. ഈ 5 കാര്യങ്ങളും ഞാനും പരിശുദ്ധാത്മാവും തമ്മിലല്ല, ഞാനും എൻ്റെ കൂട്ടുവിശ്വാസികളുമായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. കേട്ടോ, അല്ലാതെ ഞാനും ദൈവം അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് പോവുക, അങ്ങനല്ല. എപ്പോഴും ഈ കൂട്ടുവിശ്വാസങ്ങളായിട്ടുള്ള ബന്ധം ഈ ക്രിസ്തീയ ജീവിതത്തിൽ കയറി വരും. അല്ലേ? നമ്മൾ ഈ പഠനം ആരംഭിച്ചത് ഓർമ്മയുണ്ടല്ലോ, 1-ാമത്തെ ദിവസം പഠിച്ചത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തണം, സഹോദര ബന്ധത്തിലും ചില ക്രമീകരണങ്ങൾ വരുത്തിയാലേ വചനം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുവിശ്വാസികൾ, മറ്റ് സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളും പാടില്ല. എന്താ ഈ കയ്പ്? നമ്മൾ കഴിക്കുമ്പോൾ വരുന്ന കയ്പല്ലിത്. കയ്പെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, അതിൻ്റെ മൂലഭാഷയിൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഒരാളൊരു കുറ്റം ചെയ്താൽ അതങ്ങ് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒരു ദയ കാണിക്കാൻ പറ്റുന്നില്ല. 40 വർഷം കഴിഞ്ഞാലും അത് പറഞ്ഞുകൊണ്ടിരിക്കും, 1977 നീ അത് ചെയ്തില്ലേ. അതായത് മറക്കാൻ പറ്റുന്നില്ല പാപം, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ കയ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. കയ്പ് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോപം, ക്രോധം, കുറ്റാരവം. അത് 3 കൂടെ ഒരുമിച്ചെടുക്കേണ്ടതാണ്. അതിൽ ഈ കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരാളോട് തോന്നുന്ന വൈരാഗ്യമാണത്. അല്ലേ? ചില ദേഷ്യമൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം പെട്ടെന്ന് ഇങ്ങനെ ആളിക്കത്തും. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കാര്യത്തോടുണ്ടാകുന്ന ഒരു വെറുപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കോപം എന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ബൈബിളിൽ ദൈവത്തിന് പാപത്തോടുള്ള കോപത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ഇവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട്, അതായത് സാഹചര്യങ്ങളോ സന്ദർഭമോ ഒന്നും നോക്കാതെ തന്നെ ഒരു വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിൽ അതിനെയാണ് കോപം എന്ന് പറയുന്നത്. എന്നാൽ ക്രോധം, അതിനടുത്ത് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് സ്നേഹമുള്ള ഒരു വ്യക്തിയോടും ചിലപ്പോഴൊക്കെ തോന്നാം. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അമർഷം അല്ലെങ്കിൽ ഒരു ശുഭിതനാകുക എന്നൊക്കെ പറയും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, പെട്ടെന്ന് അതങ്ങ് ചത്തു, അത്രയേ ഉള്ളൂ. അല്ലേ? പെട്ടെന്നുണ്ടാകുന്ന ഒരു ശുണ്ഠി എന്നൊക്കെ പറയുന്നത്, അതാണ് ക്രോധം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ ഏതു തരത്തിലുള്ള ദേഷ്യമായാലും അത് വായിലൂടെ പുറത്തു വരുമ്പോൾ അതെന്താകും? 3-ാമത് പറഞ്ഞിരിക്കുന്ന കുറ്റാരവമാകും. 3-ാമത് പറഞ്ഞിരിക്കുന്ന കുറ്റാരവം.
അത് നമുക്കറിയാലോ, വഴക്കൊക്കെ ഇടുമ്പോൾ അന്യോന്യം പഴിചാരി ബഹളം വെക്കുന്നത്, അതാണ് കുറ്റാരവം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം കഴിഞ്ഞ് എന്താകും? ദൂഷണം പറച്ചിൽ. അതായത് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ സ്വഭാവഹത്യ നടത്തുകയാണ്. മറ്റുള്ളിടത്തെല്ലാം പോയി പരദൂഷണവും അപവാദവും ഒക്കെ പറഞ്ഞ് ആ വ്യക്തി ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു വരുത്തുകയാണ്. അപ്പോൾ വ്യക്തിയുടെ അഭാവത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞ് സ്വഭാവഹത്യ നടത്തുകയാണ്. പിന്നീട് അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത്? സർവ ദുർഗുണങ്ങൾ, എല്ലാ ദുർഗുണങ്ങളും വിട്ടുമാറണം. ഇങ്ങനെ ഈ 5 കാര്യങ്ങളും നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അപ്പോൾ അന്യോന്യം ക്ഷമിക്കാൻ കഴിയുന്നില്ല, ദേഷ്യം വരുന്നു, സ്ഥിരമായൊരു വൈരാഗ്യമുണ്ട്, കുറ്റാരവം പറയുന്നു, ദൂഷണം പറയുന്നു, എല്ലാ ദുർഗുണങ്ങളും, ഇതെല്ലാം നീക്കിക്കളഞ്ഞെങ്കിലേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് എന്തായിരിക്കണം? അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനത്തെ വ്യക്തികളായിരിക്കണം? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം? ദയയും മനസ്സലിവും അന്യോന്യം ക്ഷമിക്കുന്നവരുമായിരിക്കണം. അങ്ങനെ നടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. അപ്പോൾ അവസാനം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം, ഒരു മാനദണ്ഡം കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെ ക്ഷമിക്കണം നമ്മൾ? കർത്താവ് നമ്മെ ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കണം. ആ വാക്യത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ മാനദണ്ഡം ഒന്നും നമുക്ക് ദഹിക്കാൻ കഴിയുന്ന മാനദണ്ഡമല്ല അല്ലേ? കർത്താവ് എന്നെ ക്ഷമിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്ഷമിക്കാൻ കഴിയാത്തപ്പോഴാണ് ഈ കയ്പ് കയറി വരുന്നത്. അപ്പോൾ കർത്താവ് എന്നെ എങ്ങനെയാണ് ക്ഷമിച്ചേ? 3 കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലേ? ഒന്നാമതായിട്ട് അവൻ എന്നെ എങ്ങനെ ക്ഷമിച്ചേ? അവൻ തന്നെ വില കൊടുത്താ എന്നെ ക്ഷമിച്ചത്. ന്യായം ആരുടെ ഭാഗത്തായിരുന്നു? അവൻ്റെ ഭാഗത്തായിരുന്നു. അന്യായം എൻ്റെ ഭാഗത്തായിരുന്നു അല്ലേ? ദൈവവും ഞാനുമായുള്ള ബന്ധം തകർന്നു പോകാൻ കാരണമായത് ഞാൻ കാരണമാണ്, അല്ല ദൈവം കാരണമല്ല. അപ്പം ന്യായം ദൈവത്തിൻ്റെ ഭാഗത്തായിരുന്നിട്ട് പോലും ദൈവം തന്നെ ഇറങ്ങി വന്ന് രക്തം ചീന്തി അതിനുള്ള സമാധാനത്തിന് വഴി കണ്ടെത്തി. അപ്പോൾ ഞാനും എന്ത് ചെയ്യണം? വേറുള്ളവരെ ക്ഷമിക്കുവാൻ വേണ്ടി വില കൊടുക്കുന്നവൻ ഞാനായിരിക്കണം. കർത്താവേ, ഞാൻ താഴാം, ഞാൻ വില കൊടുക്കാം, ഇവിടെ സമാധാനം ഉണ്ടാകുവാനുള്ള ആദ്യപടി ഞാൻ എടുക്കാം എന്ന് പറയുന്നവനായിരിക്കണം പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവൻ. രണ്ടാമതായിട്ട് കർത്താവ് എങ്ങനെ നമ്മളെ ക്ഷമിച്ച്? പരിപൂർണമായിട്ട് ക്ഷമിച്ചു അല്ലേ? അല്ലാതെ 70% ക്ഷമിച്ചു, ഇനി 30% നീ ഇനി എങ്ങനെ നടക്കും, നിന്റെ നല്ല നടപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്നാണോ? നിബന്ധനകൾ വെച്ചാണോ കർത്താവ് നമ്മളെ ക്ഷമിച്ചേ? അല്ല, പരിപൂർണമായിട്ട് അവൻ നമ്മെ ക്ഷമിച്ചു. അതുപോലെ നാമും അന്യരെ എങ്ങനെ ക്ഷമിക്കണം? പൂർണ്ണമായിട്ടും അവരുടെ എല്ലാ പാപങ്ങളും. അല്ലാതെ ചിലതൊക്കെ ക്ഷമിക്കാൻ, ചിലതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനല്ല, എല്ലാം ക്ഷമിക്കാം അല്ലേ? ഇനി 3-മതായിട്ട് കർത്താവ് എങ്ങനെയാണ് നമ്മളെ ക്ഷമിച്ചേ? അവൻ ക്ഷമിക്കുമ്പോൾ തന്നെ എബ്രായ ലേഖനം 8 പറഞ്ഞിരിക്കുകയാണ്, ഞാനിനി നിങ്ങളുടെ പാപങ്ങളൊന്നും ഓർക്കുകയില്ല. വീണ്ടും വീണ്ടും അതെല്ലാം അയവിറക്കി ആളുകളെ കുത്തി നോവിപ്പിക്കാൻ നമ്മളത് ഓർക്കാൻ പാടില്ല. മറക്കണം. പുറത്തു കഴിഞ്ഞാൽ മറക്കണം. അപ്പോൾ കണ്ടോ ആ മാനദണ്ഡം, നമ്മൾ എങ്ങനെ ക്ഷമിക്കണമെന്നുള്ളത്. പരിപൂർണമായിട്ട് ക്ഷമിക്കണം, മറക്കണം, വില കൊടുക്കാൻ തയ്യാറായിരിക്കണം. കണ്ടോ, അങ്ങനെ വേണം നമ്മൾ അന്യോന്യം ക്ഷമിക്കാൻ. അങ്ങനെ നമ്മുടെ തമ്മിലുള്ള അന്യോന്യമുള്ള കൂട്ടായ്മയും ബന്ധവും വചനപ്രകാരം ക്രമീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നില്ല, അല്ലെങ്കിൽ ദുഃഖിക്കുക. അപ്പോൾ പരിശുദ്ധാത്മയെ ദുഃഖിപ്പിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയില്ല. പിന്നെ ആത്മനിറവിൻ്റെ അനന്തരഫലങ്ങളെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആത്മാവ് ദുഃഖിച്ചിരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം. ഒഴിവാക്കേണ്ട പാപങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ഇവിടെ ദുഃഖിപ്പിക്കരുതെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ആ വാക്ക് ശ്രദ്ധേയമായ ഒരു വാക്കാണ്, ഒരു പദമാണ്. ഇപ്പോൾ ഞാനൊരു ബസ്സിൽ കയറി ഏതോ ഒരു അപരിചിതൻ്റെ കാലിൽ ചവിട്ടി, അയാൾക്ക് വേദനയുണ്ടായി, അയാൾക്ക് ദുഃഖമുണ്ടായി, ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് ഒരു സ്നേഹബന്ധത്തിൽ ഉണ്ടാകാവുന്ന ദുഃഖത്തെക്കുറിച്ചാണ് അല്ലേ?
ഇപ്പോൾ വഴിയെ പോകുന്ന ഒരാളുടെ കാലിൽ ചവിട്ടുന്നതും എൻ്റെ അപ്പനെ ഞാൻ വേദനിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും വേദനയാണെങ്കിലും മാനുഷികമായി സംസാരിക്കുമ്പോൾ, അല്ലേ? ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ വഴിവക്കത്ത് ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ ഇരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു സങ്കടം തോന്നും, അയ്യോ ഈ കൊച്ചു കുഞ്ഞ് എന്താ റോഡ് സൈഡിൽ ആരും നോക്കാനില്ലാതെ ഉപേക്ഷിച്ച നിലയിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നും. പക്ഷെ ആ ഇരിക്കുന്ന കുഞ്ഞ് എൻ്റെ സ്വന്തം കുഞ്ഞാണെങ്കിലോ, അപ്പോൾ എനിക്ക് വെറും അനുകമ്പയും അല്ലേ സിമ്പതിയും ഒന്നും അല്ല തോന്നുന്നു. എനിക്കെന്താ തോന്നുന്നു, അയ്യോ എൻ്റെ കുഞ്ഞ് എന്നുള്ള ആ രണ്ടാമത്തെ ദുഃഖത്തിന് സ്നേഹബന്ധത്തിൽ നിന്നുള്ളവാകുന്നൊരു ദുഃഖമുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ വാക്യത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എങ്ങനെ? നിങ്ങളുടെ അന്യോന്യമുള്ള ബന്ധത്തിൽ ഈ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും ദുർഗുണങ്ങളൊന്നും നിങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത്. പകരം നിങ്ങൾ ദയയും മനസ്സലിവും അന്യോന്യം കർത്താവിനെ പോലെ ക്ഷമിക്കുന്നവരുമായിരിക്കണം. പരിശുദ്ധാത്മാവിന് നിങ്ങളോടുള്ള സ്നേഹത്തെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒഴിവാക്കേണ്ട പാപം ആത്മാവിനെ സംബന്ധിച്ച്. രണ്ടാമത്തേത് ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ ഒഴിവാക്കേണ്ട പാപം 1 തെസ്സലോനിയർ 5:19 പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ കെടുത്തരുത്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ആത്മാവെന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു പാപമാണ്. ഇനി ആത്മാവിനെ കെടുത്തരുതെന്ന് പറയുമ്പോൾ അത് ആത്മാവിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ചാണ്. ആത്മാവ് പ്രേരണകളെ നൽകുമ്പോൾ ആ പ്രേരണകളെ നമ്മൾ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത്. ഈ കെടുത്തിക്കളയരുതെന്നുള്ള ആ വാക്ക് മൂലഭാഷയിൽ ഒരു തീയെ കെടുത്തിക്കളയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുള്ളൊരു വാക്കാണ്. ഒരു തീ ഇങ്ങനെ ആളി കത്തുമ്പോൾ അതിനെ കെടുത്തുക, അതിനെ എന്താ പറയുക, ശമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ളൊരു വാക്കാണിത്. അപ്പോൾ പരിശുദ്ധാത്മാവും ഒരു അഗ്നിയെപ്പോലെ, ഒരു തീ പോലെ നമ്മുടെ ഉള്ളത്തിൽ ചില പ്രേരണകൾ, ചില അനുസരിക്കുവാനുള്ള പ്രേരണകൾ, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാനുള്ള പ്രേരണകൾ, അല്ലെങ്കിൽ നമ്മുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനുള്ള പ്രേരണകൾ, ഇതൊക്കെ നൽകുമ്പോൾ അതിനെ നമ്മൾ അവഗണിച്ചാൽ ആത്മാവിൻ്റെ പ്രേരണകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കെടുത്തിക്കളയുകയാണ്. അത് ചെയ്യാൻ പാടില്ല, അത് പാപമാണ്. ആത്മാവിനെ കെടുത്തിക്കളയരുത്. ഉടൻ തന്നെ ബാക്കി വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവചനവരത്തെക്കുറിച്ചാണ്. പ്രവചനവരത്തെ തുച്ഛീകരിക്കരുത്. എല്ലാം ശോധന ചെയ്ത് അതിൽ നല്ലത് ഏതാണോ അത് തിരഞ്ഞെടുക്കണം, ദോഷമെല്ലാം വിട്ടുകളയണം. നമ്മളിനി കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ യെശയ്യാവും യെരമ്യാവും ഒന്നും പ്രവചിച്ച പോലല്ല. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഈ പ്രവചനം എന്ന് പറയുന്ന കൃപാവരം, അതിലൂടെ കടന്നു വരുന്ന പ്രവചനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. അതിൽ നല്ലത് തിരഞ്ഞെടുത്തിട്ട് ദോഷത്തെ വിട്ടകലണം. അപ്പോൾ ചിലർക്കൊരു ചിന്ത വരും, അങ്ങനത്തെ പ്രവചനമൊക്കെ ആർക്ക് വേണം? ഇങ്ങനെ ശോധനയൊക്കെ ചെയ്യുന്ന പ്രവചനം. അങ്ങനെ പ്രവചനവരത്തെ തുച്ഛീകരിക്കാൻ ചിലർ മുതിരും. അങ്ങനെ തുച്ഛീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ആത്മാവിനെ കെടുത്തിക്കളയുകയാണ്. അപ്പോൾ കൃപാവരങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്. അത് എന്നിലൂടെ ദൈവം ഒരു കൃപാവരം ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അയ്യോ കർത്താവ് എന്നെ കൊണ്ടൊന്നും അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മടിപിടിച്ച് പിന്നോട്ട് പോകുന്നതായാലും, അല്ല എൻ്റെ സഹോദരനോ സഹോദരിയിലൂടെയോ കൃപാവരം ജ്വലിക്കുമ്പോൾ അതിനോടൊരു നിസ്സംഗത അല്ലെങ്കിൽ അതിനോടൊരു വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏതായാലും ആത്മാവിനെ കെടുത്തിക്കളയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രേരണകളെ, ആത്മാവിൻ്റെ ശുശ്രൂഷകളെ കെടുത്തിക്കളയരുത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ വിചാരിച്ച ആത്മാവിനെ കെടുത്തിക്കളയാൻ പറ്റുമോ? നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഉടനെ ആത്മാവ് കെട്ടുപോകും. ആത്മാവിൻ്റെ അഗ്നി എത്രയേ ഉള്ളോ? നിങ്ങളുടെയൊക്കെ ദൈവശാസ്ത്രം എന്താ പറയുന്നത്? അങ്ങനെ നമുക്ക് കെടുത്തിക്കളയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെന്തിനാ ഈ വാക്യം? ആത്മാവിനെ കെടുത്തിക്കളയരുതെന്ന് പിന്നെന്തിനാ പറഞ്ഞ? ചെയ്യാൻ പറ്റാത്ത അസാധ്യമായൊരു കാര്യമാണ്, പിന്നെന്തിനാ കൽപ്പന? ഇവിടെ കൽപ്പന കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആത്മാവിൻ്റെ പ്രേരണകളെ കെടുത്തിക്കളയുവാൻ പറ്റും, അല്ലേ? നമ്മുടെ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആത്മാവ് കടന്നു വന്ന് നമ്മളെ എന്താ ചെയ്യുന്നത്? സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവൻ വന്നൊരു ഏകാധിപതിയെ പോലെ നമ്മുടെ കഴുത്തിലൊരു തോക്ക് വെച്ച് ഇടത്തോട്ട് തിരിയടാ വലത്തോട്ട് തിരിയടാ എന്ന് ആജ്ഞാപിക്കുകയല്ല ചെയ്യുന്നത്.
ആത്മാവ് പ്രേരണകൾ നൽകുകയാണ്. ആ പ്രേരണ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ അനുസരണത്തിൻ്റെ വിഷയത്തിൽ കണ്ടു. ആത്മാവിനാൽ നിങ്ങൾ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ചെയ്താൽ ചെയ്തു, ചെയ്തില്ലേ ചെയ്തില്ല. അല്ലാതെ ദൈവാത്മാവ് വന്ന് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യത്തില്ല, നിങ്ങളെ ഫോഴ്സും ചെയ്യത്തില്ല അല്ലേ? അത് സ്വാധീനമാണ്. ആ സ്വാധീനം വേണേ എനിക്ക് സ്വീകരിക്കാം, വേണ്ടേ എനിക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞ പോലെ പ്രേരണകൾ അത് കെടുത്തിക്കളയാം. പിന്നെ കെടുത്തിക്കളഞ്ഞാലുള്ള കുഴപ്പം പിന്നെ അത് പ്രാപിക്കാം ഒരുപാട് ചുറ്റി വളഞ്ഞു വരേണ്ടി വരും. ഒരു റോഡൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒരുപാട് ദൂരം പോയാലേ തിരിഞ്ഞ് കറങ്ങി വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ പ്രേരണകളെ നിങ്ങൾ കെടുത്തിക്കളയരുത്. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം. നമുക്ക് യോഹന്നാൻ സ്നാപകൻ്റെ ഒരു വിഷയത്തിൽ അറിയാമല്ലോ. യോഹന്നാൻ സ്നാപകനോട് ദൈവം പറഞ്ഞു, പരിശുദ്ധാത്മ സ്നാനം കഴിക്കുന്നവനെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും, മഷിഹായെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എങ്ങനെയാണെന്നറിയാമോ? നീ സ്നാനം കഴിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് നീ കാണും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ല സാധാരണഗതിയിൽ, കാരണം ആത്മാവ് അദൃശ്യനാണ്. പക്ഷെ ആത്മാവിനെ എങ്ങനെയോ കർത്താവ് യോഹന്നാന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് നമുക്കറിയാം യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് എന്തോ രൂപത്തിൽ ഇറങ്ങി വന്നേ? പ്രാവിൻ്റെ രൂപത്തിലാണ് വന്നത്, അല്ലാതെ പരുന്തിൻ്റെ രൂപത്തിലല്ല. പ്രാവ് എന്തുവാ? വളരെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒന്നാക്കിയ ഉടനെ ഓടിപ്പോകുന്ന പ്രാവാ അല്ലേ? പ്രാവ് ഒരു ഭയാനകമായ ഭരിക്കുന്ന അല്ലേ, ഒരു രാജാവിൻ്റെയൊക്കെ ഒരു ചിത്രമാക്കി നമ്മൾ കാണത്തില്ല. പ്രാവ് എന്ന് പറഞ്ഞാൽ വളരെ മൃദു സ്വഭാവമുള്ള അല്ലേ, തൊട്ട അങ്ങ് പോവും അങ്ങനത്തെ. അതാണ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാനായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു രൂപം. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം? ആത്മാവിനോട് വളരെ സൂക്ഷിച്ച് ഇടപെടണം. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുത്തിക്കളയരുത് അല്ലേ? ആത്മാവിനോട് ഇടപെടുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം, സൂക്ഷിച്ച് ഇടപെടണം അല്ലേ? ചില ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ പാർസൽ ചെയ്യുമ്പോൾ ആ പെട്ടിയുടെ പുറത്ത്, ആ കാർഡ്ബോർഡ് പെട്ടിയുടെ പുറത്ത് എഴുതിയിരിക്കും ഹാൻഡിൽ വിത്ത് കെയർ. പെട്ടെന്ന് എടുത്ത് അങ്ങോട്ടൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും എന്ന് പറഞ്ഞതുപോലെ വളരെ മൃദുല സ്വഭാവമുള്ള വളരെ സ്നേഹവാനായ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കരുത്, അവനെ കെടുത്തിക്കളയരുത്. ഇനി മൂന്നാമത്തെ ഒഴിവാക്കേണ്ട പാപം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ അതിൻ്റെ പശ്ചാത്തലമാണ്. 5-ാം അധ്യായത്തിലാണിത് കിടക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകും. അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തോലിക സഭ ഏക മനസ്സോടെ അല്ലേ, എല്ലാവരും ഒരു മനസ്സോടെ കഴിഞ്ഞു വരികയായിരുന്നു. നിലങ്ങളും വീടുകളും ഉള്ളവരൊക്കെ അത് വിറ്റ് അവരുടെ സമ്പത്ത് കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ കാൽക്കീഴ് വെക്കുകയായിരുന്നു അല്ലേ. എന്നിട്ട് അവരത് ഒരു സമ്പത്താക്കിയിട്ട് അല്ലേ, അതിനെ ഏകീകരിച്ചിട്ട് ആവശ്യക്കാർക്ക് പകുത്തു കൊടുക്കും. ഒന്നും എൻ്റേതാണ് നിൻ്റേതാണ് അല്ല എന്നൊന്നും ആരും പറയുന്നില്ലായിരുന്നു അവിടെ അല്ലേ. എല്ലാവരും ഒരു മനസ്സോടെ കഴിഞ്ഞു പോയി. അങ്ങനെ ആ പശ്ചാത്തലത്തിലാണ് അനന്യാസും സഫേറയും എന്ത് ചെയ്തു? അവർക്കുണ്ടായിരുന്ന ഒരു നിലം വിറ്റു. പക്ഷെ അതിലല്പം അവർ മാറ്റി വെച്ചേച്ച് ബാക്കിയും കൊണ്ട് സഭ വന്നപ്പോൾ പത്രോസ് അവനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനോട് നീ എന്തിനാ വ്യാജം പറയുന്നേ? അതാണ് പാപം. മൂന്നാമത്തെ പാപം, ഒഴിവാക്കേണ്ട പാപം, പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയരുത്. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് നുണ പറയരുത്. ഇവിടെ എന്ത് നുണയാണ് അനന്യാസ് പറഞ്ഞത്? അവൻ വാ കൊണ്ടൊന്നും സംസാരിക്കുന്നതായിട്ട് ഇവിടെ പറയുന്ന പോലുമില്ല. പിന്നെ എന്തോ ആയി വ്യാജം? വ്യാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്ഥലം വിറ്റേച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചതും അല്ല. കാരണം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പത്രോസ് ചോദിക്കുന്നുണ്ട്, നീ വിൽക്കുന്നതിന് മുമ്പേ നിലം നിൻ്റേതല്ലായിരുന്നോ? ആയിരുന്നു. നീ വിറ്റ് കഴിഞ്ഞു അത് നിൻ്റേതല്ലയോ? അതെ. അപ്പോൾ സമ്പത്തല്പം മാറ്റിവെച്ചത് കൊണ്ടല്ല. ഇവിടെ പശ്ചാത്തലം നിങ്ങൾ ഓർക്കണം. നിലങ്ങളും വീടുകളും ഉള്ളവരെല്ലാം വിറ്റത് മൊത്തം കൊണ്ടുപോയി അപ്പോസ്തലന്മാരെ കാൽക്കീഴെ വെക്കുമ്പോൾ അല്പം മാറ്റിവെച്ച ഇവനും വന്ന് കൊടുക്കുകയാണ്. പക്ഷെ കൊടുക്കുന്ന ഭാവം എങ്ങനെയാണ്? 100% ഞങ്ങളും കൊടുക്കുകയാണേ എന്നുള്ള ഭാവത്തിൽ. അതാണ് വ്യാജഭാവം. അവിടെയാണ് കപടത കയറി വന്നത്. അവൻ വന്നിട്ട് പറയേണ്ടത് എന്തായിരുന്നു? ഞങ്ങൾ 70% തരുന്നുള്ളൂ, 30 ഞങ്ങൾക്ക് വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇതിവൻ
ബാക്കി എല്ലാവരും 100 കൊടുക്കുമ്പോൾ ഇവൻ 70 കൊണ്ട് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ 100 കൊണ്ട് വരികയാണെന്ന്. അതാണ് കപടത. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുതെന്ന് പറയുമ്പോൾ എന്താ വ്യാജം? കപടഭക്തി. എനിക്കില്ലാത്ത ആത്മീയത ഉണ്ടെന്ന് ഞാൻ നടിക്കുന്നു. നമ്മുടെയൊക്കെ സഭകളിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇല്ലാത്ത ആത്മീയത ആരാധന സമയത്ത് ഉണ്ടെന്ന് കാണിക്കും. ആ പാട്ട് പാടുന്ന രീതിയാകട്ടെ, ഉച്ചത്തിൽ ഹാലലുയ പറയുന്നതാകട്ടെ, മറ്റുള്ളവരുടെ ശബ്ദത്തിനു മേൽ എൻ്റെ ശബ്ദം കേൾക്കണം, ഞാൻ പറയുന്ന സ്തോത്രം എല്ലാവരും കേൾക്കണം. ഇങ്ങനെയൊക്കെ ചില നടീനടന്മാർ നമ്മുടെയൊക്കെ സഭകളിലുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ആത്മീയത ഉണ്ടെന്ന് നടിക്കുന്നു. ആ വ്യാജം കാണിക്കുന്നതിനെ, ആ കപടഭക്തിയെ എന്താണെന്നാണ് പറയുന്നത് ഇവിടെ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നു. എന്നിട്ട് എന്താ പറ്റി? 5-ാമത്തെ വാക്യത്തിൽ പറയാ, അപ്പോൾ ആ നിമിഷത്തിൽ അവൻ തറയെ മരിച്ചു വീണു. ഇന്ന് നമ്മുടെ സഭയിലൊക്കെ എല്ലാവരും അനന്യാസും സഫേറാമാരും ആയതുകൊണ്ടും ഒരൊറ്റ പത്രോസും ഇല്ലാത്തതും കൊണ്ടും നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നു. അന്ന് ഒരു അനന്യാസും സഫേറയും ബാക്കി എല്ലാവരും പത്രോസിനെ പോലെ നല്ല വിശുദ്ധരും ആയതുകൊണ്ട് അവൻ മരിച്ചു വീണു. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ളവർ മരിച്ചു വീഴും. ഇന്നിപ്പോൾ നമ്മളെല്ലാം കപടഭക്തിക്കാരായതുകൊണ്ട് ആരും മരിക്കുന്നില്ല, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ അനന്യാസ് സഭയെ വന്ന് ഈ നടനം കാണിച്ചത് കൂട്ടുവിശ്വാസികളോടും ഈ സഭയിലെ നേതാക്കന്മാരോടുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഈ ചിത്രത്തിൽ എവിടുന്ന് വന്നു? അല്ലേ? നീ അപ്പോസ്തലന്മാരോട് വ്യാജം കാണിച്ചെന്നോ സഭാ നേതൃത്വത്തോട് വ്യാജം കാണിച്ചെന്നോ ഒന്നും അല്ല പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സഭയുടെ അധ്യക്ഷൻ ആരാണ്? പരിശുദ്ധാത്മാവ്. അത് നമ്മളെപ്പോഴും ഓർത്തു വേണം, അല്ലേ? ഞാൻ ഈ സഭയെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന നടനം എൻ്റെ കൂട്ടുവിശ്വാസികളുടെയും സഭയിലെ പാസ്റ്റർമാരുടെയും മുമ്പിലല്ല. ആത്യന്തികമായിട്ട് നമ്മൾ നടിക്കുന്ന ആരോടാണ്? സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, സഭയുടെ കാര്യസ്ഥ സ്ഥാനം വഹിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയില്ലേലും അദൃശ്യനാണേലും ഈ സഭയുടെ ഒരു നേതാവ് അവിടെ ഇരിപ്പുണ്ട്. ആ നേതാവിനെല്ലാം കാണാം. ഇതിപ്പം വെറും നടനമാണെന്നറിയാം, അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ സഭകളിലൊരു കുഴപ്പം ഇതാണ്, ആളുകൾ ഈ നടനമാണ്. പ്രത്യേകിച്ച് ഇപ്പം പുതുവിശ്വാസികളെ നിങ്ങൾക്ക് ഇത് അത്ര അനുഭവമില്ലായിരിക്കും. വർഷങ്ങളായിട്ട് വിശ്വാസികളായ ചില കൂട്ടത്തിൽ പോയാൽ നമുക്കറിയാം. പ്രത്യേകിച്ച് അവരെയൊക്കെ വ്യക്തിപരമായും കൂടെ അറിയാമെങ്കിലാണ് ഇത് കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ട് സഭയ്ക്കകത്ത് വന്നിട്ട് ഹാലേലൂയ ഹാലേലൂയ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് വിളിയാണ്, അല്ലേ? പരിശുദ്ധാത്മാവൊന്നും വേണ്ട, വ്യക്തികൾക്ക് തന്നെ അറിയാം ഇവൻ വെറും കപടമാണ്, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനറിയാം. അപ്പോൾ ആത്മാവിനോട് വ്യാജം പറയരുതെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കപടത നടിക്കരുത്. നമുക്കില്ലാത്തതില്ല. അപ്പോൾ ഈ അനന്യാസ് ചെയ്യേണ്ടത് എന്തായിരുന്നു? വന്നിട്ട് പറയണം, ഇത് 70% ഉള്ളൂ, മറ്റുള്ളവർ 100%, ഞാൻ 70 തരുന്നുണ്ട്, എനിക്ക് ഒരു വേറൊരു ആവശ്യത്തിന് 30% വെച്ചിരിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവിച്ചിരുന്നേനെ, വല്ല അപ്പോസ്തലനോ വല്ല മിഷനറിയോ ഒക്കെ ആയിരുന്നേനെ. ഇത് 5-ാം അധ്യായത്തോടെ കഥ തീർന്നു പുള്ളിയുടെ, അല്ലേ? അപ്പോൾ ഉള്ളതുപോലെ പറയണം, ഇല്ലാത്തത് നടിക്കരുത് നമ്മൾ. അതെന്താണ്? പരിശുദ്ധാത്മാവിനോടാണ് ആ പാവം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കൂട്ടുവിശ്വാസികളെയൊക്കെ മാരെല്ലാം മണ്ടന്മാർ, ഇയാൾ വിചാരിച്ച് ഞാൻ വലിയ ആത്മീയനാണ്, അങ്ങനെ ചിന്തിച്ചു പോരുത്. ഒരു കപടഭക്തിയും നമ്മൾ വെച്ച് പൊറുപ്പിക്കരുത്. ദൈവം വെറുക്കുന്നൊരു പാപമാണ് കപടഭക്തി. നമ്മൾ ആരാധനയിലൊന്നും ഇല്ലാത്ത സ്തോത്രം പറച്ചിലൊന്നും ഉളവാക്കരുത്. ഇല്ലാത്ത ദൈവത്തോടുള്ള വലിയ രോമാഞ്ചമൊന്നും വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ ആയിക്കോ. വീട്ടിലില്ലാത്തതൊക്കെ പെട്ടെന്ന് പൊട്ടിമുളച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ആരാധനയൊന്നും പാടില്ല, അല്ലേ? ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ ഭക്തയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ വ്യക്തി അതാണ്. മറ്റുള്ളവരെല്ലാം വീടും നിലമൊക്കെ വിൽക്കുന്നു. എനിക്ക് വേണേലും വിൽക്കാം, പക്ഷെ ഒരു 70 കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, 30 മാറ്റി വെച്ചിരിക്കുന്ന ആരോടും പറയാതെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ അവരും വിചാരിച്ചോളും നമ്മൾ 100 അപ്പോൾ പിടിച്ചു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. അപ്പോൾ അതാണ് അടുത്ത 3-ാമത്തെ പാപം. ഇനിയുള്ള 2 പാപങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കി ഈ പഠനം അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7:51 വാക്യം. ശാഠ്യക്കാരൻ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കും. സ്തെഫാനോസിന്റെ പ്രസംഗമാണിത്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി പ്രസംഗിച്ചത്. രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാരോടാണ് ഈ പ്രസംഗിച്ചത്. എന്താ പ്രസംഗിച്ചത്? നിങ്ങള് ശാഠ്യക്കാരാണ്, ഹൃദയത്തിൽ പരിച്ഛേദന ഇല്ലാത്തവരാണ്, നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട്
മറുത്തു നിൽക്കുന്നു. അതാണ് അടുത്ത പാപം, പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുക. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ശാഠ്യക്കാർ. ആ വാക്ക് ശാഠ്യക്കാർ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത കഴുത്തുള്ളവർ എന്നാണ് അതിൻ്റെ ശരിക്കും എന്താ പറയുക മൂലഭാഷയിലെ വാക്ക്. കുനിയാൻ മനസ്സില്ലാത്ത കഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു നുഖത്തിൻ്റെ കീഴിലോട്ടൊരു മൃഗത്തെ കൊണ്ട് വെക്കുമ്പം അതിന് കുനിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം, കീഴ്പ്പെടൽ ഇല്ലാത്ത, താഴ്മയില്ലാത്ത വ്യക്തികൾ. അപ്പോൾ സ്തേഫാനോസ് പറയാണ്, നിങ്ങൾക്ക് ദൈവം എപ്പോഴൊക്കെ ഒരു വീണ്ടെടുപ്പുകാരനെ ഒരുക്കിയോ, അത് യോസേഫ് ആകട്ടെ, മോശ ആകട്ടെ, യേശു ആകട്ടെ, എപ്പോഴൊക്കെ ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം ഒരുക്കിയോ ആ വീണ്ടെടുപ്പുകാരനെ ക്രൂശിച്ച ചരിത്രമേ നിങ്ങൾക്കുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ മറുത്തു നിന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം എന്ത്? പരിച്ഛേദനയില്ലാത്ത ഹൃദയം. എന്താ ഈ പരിച്ഛേദന? എന്താ ഈ പരിച്ഛേദന? എല്ലാവർക്കും അറിയാമോ പരിച്ഛേദന? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അറിയാവോ? വാക്കിൻ്റെ അർത്ഥമെങ്കിലും അറിയാവോ? അറിഞ്ഞൂടായോ പലർക്കും? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു ഉടമ്പടിയായിരുന്നു. നിങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സമൂഹത്തിലുള്ള, നിങ്ങളുടെ യഹൂദ ഗൃഹത്തിലുള്ള എല്ലാ ആണുങ്ങളും അവരുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം മുറിക്കണം. അതൊക്കെ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണെന്നറിയാവോ? ആത്മീയ അർത്ഥം എന്താണെന്നറിയാവോ? അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. ഫിലിപ്പ് ലേഖനം 3:3. നാമല്ലോ പരിച്ഛേദനക്കാർ. നിങ്ങളെല്ലാവരും കേട്ടോ, നിങ്ങളെല്ലാം പരിച്ഛേദനക്കാരാണ്. നിങ്ങൾ ഭൂരിപക്ഷം പേരും ഇവിടെ പുരുഷന്മാർ പോലും അല്ല. എന്നിട്ട് നിങ്ങളൊക്കെ പരിച്ഛേദനക്കാർ. അറിഞ്ഞായിരുന്നോ പരിച്ഛേദന നടന്നത്? അയ്യോ, എൻ്റെ അഗ്രചർമ്മമൊക്കെ എപ്പം മുറിച്ചു? അതല്ല, ആത്മീയ അർത്ഥത്തിൽ നമ്മളെല്ലാവരും പരിച്ഛേദനക്കാരാണ്. എന്താണ്? വായിച്ചാട്ടെ. ആത്മാവിനാൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെയും ഇരിക്കുക കാരണം നമ്മളാണ് പരിച്ഛേദനക്കാർ. അപ്പൊ എന്തിനാ പരിച്ഛേദന ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തേ? നീ ജഡത്തിൽ ആശ്രയിക്കരുത്. കേട്ടോ? ഈ അഗ്രചർമ്മം മുറിക്കുന്ന എന്തായിരുന്നു? അതിലൂടെ അവരൊരു പാഠം പഠിക്കണം. ജഡത്തിൽ ആശ്രയിക്കരുത്, ആത്മാവിൽ ആശ്രയിക്കണം. അത് നമുക്ക് ഇപ്പോൾ ഈ പുറമേ ഉള്ള ക്രിയ ചെയ്യാതെ തന്നെ നമ്മൾ എന്താണ്? നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നത്, നമ്മൾ കർത്താവിലാണ് ആശ്രയിച്ച് രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് പരിച്ഛേദന, അതുകൊണ്ടാണ് റോമാലേഖനം 2:28-29 പറയുന്നത് പരിച്ഛേദന പുറമേ ഉള്ളതല്ല. വായിച്ച 28, 29, 2. പുറമേ ഉള്ള ജഡത്തിലുള്ളതല്ല ശരിയായ പരിച്ഛേദന. ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. കേട്ടോ? അപ്പോൾ ഹൃദയ പരിച്ഛേദന ഇല്ലാത്തവരായിരുന്നു ഇവർ. അതുകൊണ്ട് അവർ ആത്മാവിനെ എപ്പോഴും മറുത്തു നിന്നു എന്നാണ് സ്തെഫാനോസ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ എപ്പോഴും ജഡത്തിൽ തന്നെ ഈ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരിടം കൊടുക്കാനും മനസ്സില്ല. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാരുടെ ഒരു പാപമായിരുന്നു, അവർ ആത്മാവിനെ മറുത്തു നിൽക്കുകയായിരുന്നു. ഇത് വിശ്വാസികൾ ചെയ്യുന്നതായിട്ട് പിന്നെ ഒരിടത്തും നമുക്ക് വേദഭാഗത്തിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ 1 കൊരിന്ത്യർ 10 പറയുന്ന പോലെ ഇസ്രായേൽ മക്കളുടെ പാപം നമുക്കൊരു ഗുണപാഠമാണ്, നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാം, ഇങ്ങനൊന്നും പോകരുത്, അല്ലേ? എന്ത് ചെയ്യരുത്? ജഡത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. ശാഠ്യക്കാർ, ദൈവം കീഴ്പ്പെടാൻ പറയുമ്പോൾ കീഴ്പ്പെടണം, അല്ല ശാഠ്യവും കാണിച്ചുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്, അല്ലേ? അവനോട് എതിർത്ത് മറുത്തും നിൽക്കരുത്. എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. അതാണ് ഹൃദയ പരിച്ഛേദനയുടെ ലക്ഷണം, അല്ലേ? ഇനി അവസാനത്തെ പാപം, പരിശുദ്ധാത്മാവിനെതിരെ ദൈവദൂഷണം പറയുക. ഇതും വിശ്വാസികൾ ചെയ്യുന്നതായിട്ട് പുതിയ നിയമത്തിൽ എവിടെയും കാണുന്നില്ല. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാപമായതുകൊണ്ടും ഈ റെക്കോർഡിംഗ് ഒക്കെ കേൾക്കുന്ന എല്ലാവരും വിശ്വാസികളൊന്നും അല്ലാത്തതും കൊണ്ടും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളിത് പഠിക്കണം. മർക്കോസിന്റെ സുവിശേഷം 3:28-30 കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. കണ്ടോ? കർത്താവ് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യാണ്, എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ പറ്റും, ഏത് ദൂഷണവും ക്ഷമിക്കാൻ പറ്റും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാണ്. എല്ലാ ദൂഷണവും ക്ഷമിക്കാൻ പറ്റും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ ഒരു വ്യക്തി ദൈവദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കുവാൻ ഒരു വകയുമില്ല. അയ്യോ, ഒരു യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെതിരെ ദൈവദൂഷണം പറഞ്ഞാൽ ക്ഷമയില്ലാത്ത പാപമാണത്. കേട്ടോ? അപ്പൊ എന്തുവായിരുന്നു അവർ ചെയ്തത്?
കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ ഭൂതത്തെ പുറത്താക്കിയത് കണ്ടപ്പോൾ ആരായി? അവര് പരീശന്മാർ അത് പരിശുദ്ധാത്മാവൊന്നുമല്ല, അത് അശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയെ നോക്കിയിട്ട് പറഞ്ഞു അത് അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതിനെയാണ് ഈ പശ്ചാത്തലത്തിൽ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാപം ഇതിനു മുമ്പേ നോക്കിയ പരിശുദ്ധാത്മാവിനെ മറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞ പാപം, ഈ രണ്ട് പാപവും രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർ ചെയ്തതായിട്ടേ നമ്മൾ വായിക്കുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഇത് ചെയ്യുമെന്ന് നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 10 പറഞ്ഞിരിക്കുന്നത് പോലെ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ തെറ്റുകൾ നമുക്ക് ഒരു ഗുണപാഠമാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ശരി, നമുക്ക് ഉപസംഹരിക്കാം. ശരിയായ ആത്മനിർവ്വമുള്ള ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ, ആ ചുമതലകൾ നമ്മൾ നിർവഹിക്കുമെങ്കിലേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പൂർണ്ണത നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച കണ്ട ആത്മാവിൻ്റെ നിറവിൻ്റെ അനന്തരഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഈ പങ്ക് നമ്മൾ വഹിച്ചേ പറ്റൂ. ആത്മാവിനോടുള്ള നമ്മുടെ ചുമതല എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിക്കുന്ന കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കണം. ആത്മാവിനെതിരെയുള്ള പാപങ്ങൾ നമ്മൾ ഒഴിവാക്കണം. എന്താണ് കൽപ്പനകൾ? 3 കൽപ്പനകൾ അല്ലേ? ആത്മാവിനാൽ ജീവിക്കണം, ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കണം. രണ്ടാമതായിട്ട് ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നടക്കണം, സംസർഗത്തിൽ നടക്കണം, അനുസരിച്ച് നടക്കണം. മൂന്നാമതായിട്ട് ആത്മാവിൻ്റെ ആ നടത്തം, ആ വഴി നടത്തം അല്ലേ, ആത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മൾ ആത്മാവ് പോകുന്നിടത്തൊക്കെ നമ്മൾ കൂടെ പോകണം. ആത്മാവ് പോകണ്ട എന്ന് പറയുന്നിടത്ത് പോകാതിരിക്കണം. അങ്ങനെ അവനാൽ നയിക്കപ്പെടണം നമ്മൾ. പിന്നെ 5 പാപങ്ങൾ കണ്ടു. ആത്മാവെന്ന വ്യക്തിയെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. എങ്ങനെ? നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 5 പാപങ്ങളെല്ലാം മാറ്റിവെച്ച് ദയയും മനസ്സലിവും ക്ഷമയുമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാതെ ജീവിക്കും. രണ്ടാമതായിട്ട് ആത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കെടുത്തിക്കളയരുത്. അവൻ്റെ പ്രേരണകളെ, അവൻ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ കെടുത്തിക്കളയരുത്. മൂന്നാമത് കണ്ടു ആത്മാവിനോട് വ്യാജം പറയരുത്. എങ്ങനെ? കപടഭക്തി മുഴുവൻ നീക്കിക്കളയണം. നാലാമതും 5-ാമതായിട്ടും നമ്മൾ കണ്ടു ആത്മാവിനെ മറുത്ത് നിൽക്കരുത്, ആത്മാവിനോട് ദൈവദൂഷണം പറയരുത്. ഇങ്ങനെ നമ്മുടെ കർത്തവ്യം ആത്മാവിനോടുള്ള നമ്മുടെ കൽപ്പനകൾ, ദൈവകൽപ്പനകൾ പാലിക്കുകയും ആത്മാവിനെതിരെയുള്ള പാപങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മനിർവിൻ്റെ പരിപൂർണതയിൽ ജീവിക്കുവാനുള്ള എല്ലാ കൃപയും ലഭിക്കും. അപ്പോൾ ഒരു നിമിഷം നമുക്ക് മൗനമായിരുന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയംഗമായി ദൈവത്തോട് ഒരു സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരം നിയന്ത്രിക്കപ്പെടുവാനായിട്ട് എൻ്റെ ശരീരത്തെ നിനക്ക് സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണബോധത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഈ സായാഹ്ന സമയം ഞങ്ങളുടെ തലകളെ വണക്കി നിന്റെ സന്നിധിയിലായിരിക്കാൻ നീ നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. നിന്റെ വചനം പഠിക്കുവാൻ നീ നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ആത്മനിർവ്വോടുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ പങ്ക്, ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇന്ന് വചനത്തിൽ നിന്ന് ബോധിപ്പിച്ചു തന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ആത്മാവിനാൽ ജീവൻ പ്രാപിച്ച് ആത്മാവിനോട് ചേർന്ന് നടന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ. ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, കെടുത്തിക്കളയാതെ, വ്യാജം പറയാതെ ദൈവമേ കർത്താവേ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള കൃപ ഏവർക്കും പകർന്നു നൽകണമേ. ഞങ്ങളുടെ ശരീരങ്ങൾ നീ വിലക്കെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ ആലയമാക്കിയിരിക്കയാൽ അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ ആ സമർപ്പണ ബോധത്തോടെ, ആ പ്രതിഷ്ഠാ മനോഭാവത്തോടുകൂടെ നിനക്ക് കീഴ്പ്പെടുന്നവരായിരിക്കാൻ ദൈവമായ കർത്താവെ ഭാഗ്യം നൽകിയാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന നിന്റെ ജനത്തെ നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഞങ്ങളെ പരിചരിച്ച കർത്താവ് രക്ഷാപദ്ധതിയിൽ മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ അറിയുന്നു. അതിലെല്ലാം കർത്താവ് നിന്റെ കരം കൂടെ ഇരുന്ന് ഞങ്ങളെ പരിചരിച്ച് ആത്മീയ വളർച്ചയ്ക്ക് അത് ഒരു രീതിയിലും
കർത്താവെ, ഒരു തടസ്സമാകാതെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റെല്ലാ വിഷയങ്ങളിലും നിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.